അടുത്തിടെ കാട്ടാന ആക്രമണത്തിൽ 2 ജീവൻ നഷ്ടമായ വയനാട്ടിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. രണ്ടാഴ്ചക്കിടെ കാട്ടാന ആക്രമണത്തിൽ വയനാട്ടിൽ 2 ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചതിന് പിന്നാലെയാണ് ആശുപത്രിക്ക് മുന്നിൽ മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് പ്രതിഷേധിച്ചത്. കാട്ടിക്കുളം പുളിമൂട് കുന്ന് മിച്ചഭൂമിയിലെ രാജുവാണ് കൊല്ലപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 10ഓടെയാണ് കാട്ടാന ആക്രമിച്ചത്. ഗുരുതര പരിക്കേറ്റ് മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രാജു പകൽ 2ഓടെയാണ് മരിച്ചത്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 7-ാം തീയതി പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളുടെ ഫലമാണ് പോസിറ്റീവായത്. 5, 7, 8, 9, 11 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത്. ചൊവ്വാഴ്ച വരെ 3 പേർക്കാണ് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചിരുന്നത്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച 8 കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ വാഴോട്ടുകോണം വാർഡ് BJP കൗൺസിലറും കാപ്പ കേസ് പ്രതിയുമായ സുഗതനെതിരെ കാപ്പ ഉത്തരവിലെ വിവരങ്ങൾ പുറത്ത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സുഗതനെതിരെ കാപ്പ ചുമത്തി കരുതൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. സുഗതൻ സമൂഹത്തിന് ഭീഷണിയാണെന്നാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പറയുന്നത്. സുഗതനെതിരെ 8 വർഷത്തിനിടെ 7 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൗൺസിലറായ ശേഷവും വധശ്രമം ഉൾപ്പെടെ കേസുകളിൽ പ്രതിയാണ്. 2012 മുതൽ ഗുരുതര കേസുകളിൽ പ്രതിയാണ് സുഗതൻ. 2014 മുതൽ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട സുഗതനെതിരെ 2023 നിയന്ത്രണ ഉത്തരവ് അടക്കമുള്ളവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. താക്കീതിന് ശേഷവും കുറ്റകൃത്യം തുടർന്നതായും കാപ്പ ഉത്തരവിൽ പറയുന്നു. നടിയെ ആക്രമിച്ച കേസിന്റെ അന്വേഷണത്തിനിടെ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും 2ാമത്തെ ഹൈക്കോടതി ജഡ്ജിയും പിന്മാറി. ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് പിന്മാറിയത്. അതിജീവിതയുടെ ഹർജി മറ്റൊരു ബെഞ്ച് പരിഗണിക്കും. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കൗസർ എടപ്പകത്ത് ജഡ്ജിയായിരുന്നു. മാർച്ചിൽ നടന്ന 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഫലപ്രഖ്യാപനം നീട്ടിവെച്ചു. ഇന്ന് ഫലം പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അടുത്ത മാസം 15-ന് പ്രഖ്യാപിക്കുമെന്നാണ് പുതിയ അറിയിപ്പ്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് മാറ്റിവെച്ച ഗൾഫ് മേഖലയിലെ പരീക്ഷാ കേന്ദ്രങ്ങളിലെ 1ാം വർഷ പരീക്ഷകൾ നടത്തിയ ശേഷം ഒരുമിച്ച് ഫലപ്രഖ്യാപനം നടത്താമെന്നാണ് പുതിയ തീരുമാനം. വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്നും വന്യജീവി ആക്രമണത്തിൽ കൃഷി നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറെ കൂടി ഉത്തരവാദിത്തപൂർണമായ സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിന് ശമനമില്ല. രാജ്യസഭ MP സുസ്മിത ദേവ് രാജിവെച്ചു. ഒരാഴ്ചക്കിടെ തൃണമൂലിലുണ്ടാകുന്ന 2ാമത്തെ പ്രഹരമാണ് സുസ്മിതയുടെ രാജി. ഏതാനും ദിവസം മുമ്പ് മുതിർന്ന നേതാവ് സുഖേന്ദു ശേഖർ റോയ് രാജ്യസഭ MP സ്ഥാനം രാജിവെച്ചിരുന്നു. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ സന്ദർശിച്ച ശേഷമാണ് സുസ്മിത രാജി പ്രഖ്യാപനം നടത്തിയത്. രാജിക്കത്ത് സുസ്മിത രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണനെ കൈമാറി. വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ കാരണങ്ങൾ നിരത്തിയാണ് രാജിവെക്കുന്നതെന്ന് അവർ പ്രതികരിച്ചു. കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ വിമാനത്തിന് ബോംബ് ഭീഷണി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3:20 മുംബൈയിൽ നിന്ന് കണ്ണൂരിലെത്തിയ 6E2011 ഇൻഡിഗോ വിമാനത്തിനാണ് ബോംബ് ഭീഷണി. വിമാനത്തിലെ ശൗചാലയത്തിലെ ചവറ്റുകൂട്ടിൽ നിന്നാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. തുടർന്ന് ക്യാബിൻ ക്രൂ ATCയിലും മറ്റു വിവരം അറിയിക്കുകയായിരുന്നു. വിദേശ വിസ വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തെന്ന കേസിൽ ഓർക്കിഡ് കൺസൾട്ടൻസി ഉടമ പാലക്കുന്നേൽ അനീഷ് ഉമർ അറസ്റ്റിൽ. കോട്ടയം കുട്ടിക്കൽ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഓർക്കിഡ് കൺസൾട്ടൻസി വഴി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസയും ഉയർന്ന ശമ്പളവും ജോലിയും വാഗ്ദാനം ചെയ്ത് 5 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ വിവിധ ആളുകളിൽ നിന്ന് കൈപ്പറ്റിയെന്നാണ് പരാതി. പണം നൽകിയിട്ടും വിസ ലഭിക്കാത്തതിനെ തുടർന്ന് ഉദ്യോഗാർത്ഥികൾ പോലീസിനെ സമീപിക്കുകയായിരുന്നു. മുസാഫറാബാദിന് സമീപം ബുധനാഴ്ച പാകിസ്ഥാൻ ആർമി ഏവിയേഷൻസ് M17 ഹെലികോപ്റ്റർ പറന്നുയർന്ന ഉടൻ തകർന്നു വീണു. സാങ്കേതിക തകരാറാണ് അപകടത്തിന് കാരണമെന്നാണ് റിപ്പോർട്ട്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 21 സുരക്ഷാ ഉദ്യോഗസ്ഥരും അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഹെലികോപ്റ്റർ അടിയന്തരമായി നിലത്തിറക്കാൻ ജീവനക്കാർ ശ്രമിച്ചെങ്കിലും അതിനു മുമ്പ് തന്നെ അത് തകർന്നു വീഴുകയായിരുന്നു. ജനയുഗം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.